പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ധന്യനായ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷിയാൽ പാസ്റ്റർ രാജു പൂക്കാല ഫാമിലി, ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ബെന്നി ജോൺ, അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സദസ്സിൽ എനിക്ക് പ്രിയപ്പെട്ടവരായ അനേകരുണ്ട്. ഞാൻ ആരുടെ പേര് പ്രത്യേകാൽ എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആലപ്പുഴ ടൗണിൽ ഞങ്ങൾ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ഞാൻ ഏകദേശം 16 വർഷത്തോളം ഈ തിരുവല്ല സെൻട്രലിൽ പാസ്റ്റർ KC ജോണിൻ്റെ സെൻട്രലിൽ എനിക്കായിരിക്കാനിടയായി. എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ പിതാവ് ആഞ്ഞിൽത്താനം ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരുന്ന കാലത്ത് 1981, 82 ഒക്കെ ഉള്ള കാലം, അന്ന് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിൽ പഠിക്കുന്ന കാലമാണ്. അന്ന് തൊട്ടേ എനിക്ക് പ്രിയ രാജാനോട്, കുടുംബത്തോട്, പൂവക്കാല ഫാമിലിയോട് ഞങ്ങൾക്ക് വളരെ സ്നേഹവും ഒക്കെ ഉണ്ട്. ആ ബന്ധം ഇന്നും നിലനിർത്തുവാൻ ദൈവം ഇടയാക്കി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതുതായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ച എനിക്ക് പലപ്പോഴും ഈ ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് അവസരം തരുന്ന പ്രിയ രാജാനോടും തൻ്റെ സഹശുശ്രൂഷകരോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം കൊണ്ടുവരാതെ നമുക്ക് ആർക്കും ഇവിടെ വരാൻ പറ്റത്തില്ല, അല്ലേ? പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വാർത്ത ഇങ്ങനെ ശ്രദ്ധിച്ചു. ഒരു കുട്ടി സ്കൂൾ ബസ്സിൽ കയറാൻ നിൽക്കുമ്പോൾ തന്നെ തളർന്നു വീണ് കുഴഞ്ഞു വീണ് മരിച്ചു. വേറൊരു വാർത്ത ഞാൻ കേട്ടത്, ഹോട്ടലിൽ ഫുഡ് ഓർഡർ ചെയ്തു, ഫാമിലിയായിട്ട് പോയി. വളരെ സന്തോഷത്തോടെ അവർ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ വീട്ടിലെ പിതാവ് അവിടെ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. ഞാൻ മരണത്തെക്കുറിച്ച് പറയാനല്ല ഇവിടെ വന്നത്. സ്തോത്രം. ഏത് സമയത്തും ആർക്കും എന്ത് സംഭവിക്കാം. എന്നാൽ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും, ഒറ്റ ദിവസമേ ജീവിച്ചുള്ളെങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കണം. സ്തേഫാനോസ് ഒറ്റ പ്രസംഗമേ ചെയ്തുള്ളൂ, രണ്ടാമതൊരു പ്രസംഗം ചെയ്തില്ല. ആ പ്രസംഗത്തിൽ സ്വർഗം തുറന്ന് തൻ്റെ ആത്മാവിനെ സ്വീകരിച്ചു. ദൈവമക്കളെ, അധികം നാൾ ലോകത്തിൽ ജീവിക്കുന്നതിനകത്തല്ല കാര്യം, ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിന് വേണ്ടി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. പൊതുവരുത്തത്തിലുള്ള ഒരു ക്രിസ്ത്യ ജീവിതം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ പോവുക. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. നാം ദൈവത്തെ സേവിക്കുന്നെങ്കിൽ എരിവോടെ, ആത്മാർത്ഥതയോടെ, ആത്മനിറവോടെ, വിശുദ്ധിയോടെ, ദൈവകൃപയോടുകൂടെ നാം ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, വേറൊന്നിനുമല്ല. എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് ഈ രാത്രിയിൽ ഇവിടെ പറയാൻ വേണ്ടി പറഞ്ഞ ഒരു വചനം ഇവിടെ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല.
ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവെ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായതെന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവം കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഞങ്ങളോട് ഇടപെടണമേ. ഈ വചനം വിഭജിക്കുമ്പോൾ കർത്താവെ, ഒരു വലിയ ഡെലിവറൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. നിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. തിരുമഹത്വം ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കണമേ. കർത്താവെ, നിൻ്റെ മഹനീയ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ശേഷിപ്പ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ജനം. എന്നിട്ട് അത് ഏലിയാവിൻ്റെ കാലത്ത് 7000 പേരെ ആ ഒരു ശേഷിപ്പിനകത്ത് ദൈവം പെടുത്തിയിരിക്കുന്നു. 5-ാം വാക്യത്തിൽ വന്നപ്പോൾ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ 7000-ത്തെ ശേഷിപ്പായിട്ട് പറയുന്നെങ്കിൽ പുതിയ നിയമത്തിൽ കൃപയുടെ കീഴിൽ വരുന്നവർ ഒരു ശേഷിപ്പായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനാണ് ഈ ശേഷിപ്പിനെ കുറിച്ച് ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. അത് ഈ കാലത്തിൽ വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവാത്മാവ് എനിക്ക് വിഷയം കാണിച്ചു തന്നത്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ നിന്റെ സന്താനങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും. അവിടെ ഒരു 7000-ന്റെ കണക്കല്ലത്. നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും, കടൽക്കരയിലെ മണ്ണ് പോലെ വർദ്ധിപ്പിക്കും. ഒരു വർധനവ്, എണ്ണാൻ കഴിയാത്ത ഒരു വർധനവ്. എന്നാൽ സെലക്ഷനകത്ത് 7000, 7000-ന്റെ ഒരു കണക്ക് വരുന്നുണ്ട്. ഏലിയാവിൻ്റെ കാലത്ത് ഒരു 7000 പേരെ ദൈവം ശേഷിപ്പിച്ച് വെച്ചേക്കുന്നു. അത് പ്രവാചകന് വെളിപ്പെട്ടില്ല. അതെപ്പോഴാണ് വെളിപ്പെട്ടെ? ദൈവം അവനോട് പറഞ്ഞു, ഏലിയാവേ, നീ മാത്രമല്ല 7000 പേരെ എനിക്ക് വേണ്ടി ആഹാവിൻ്റെയും ഇസബേലിൻ്റെയും ദുർഭരണകാലത്ത് കള്ളപ്രവാചകന്മാർ കൊടികുത്തി വാഴുമ്പോൾ എനിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പിനെ ഞാൻ വേർതിരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിഷയത്തിലോട്ട് വരികയാണ്. ഇവിടെ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൽ ശേഷിപ്പ് എത്രയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അത് കാൽവറിയിലെ രക്തത്താൽ സമ്പാദിച്ചതായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൃപയുടെ പ്രമാണത്തിൻ്റെ കീഴിൽ വരുന്നവരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. എങ്കിലും അല്പം കൂടെ കടത്തി പറഞ്ഞാൽ ഈ കൃപയുടെ പ്രമാണത്തിൽ പോലും പഴയ 7000-വുമായിട്ട് ടാലി ചെയ്തൊരു വിഷയം ഇവിടെ വരുന്നുണ്ട് കൃപയ്ക്കകത്തും. അത് പൗലോസ് പറയുന്നുണ്ട്, ഞെളിയാതെ ഭയപ്പെടണം. ഇറങ്ങി തിരിച്ചവരെല്ലാം അക്കരെ നാട്ടിൽ പോയില്ല. അതും ഇതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ
രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവ പൈതലാണ്, ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുന്ന ഈ കാലത്ത് അതിനകത്തൊരു സെലക്ഷൻ. ഇതാണ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. ഒരേ ആഹാരം തിന്നു, ഒരു പാറയിലെ വെള്ളം കുടിച്ചു, മന്ന കഴിച്ചു, പക്ഷെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവര് പറയും, ഞങ്ങൾ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ, ഞങ്ങൾ ചെങ്കടൽ കടന്നതാ, ഞങ്ങൾക്ക് പ്രമാണം കിട്ടിയതാ, ഞങ്ങൾ മന്ന കഴിച്ചവരാ, ഞങ്ങൾ പെസഹ ആചരിച്ചവരാ. പക്ഷേ ദൈവത്തിന്റെ സെലക്ഷനകത്ത് എല്ലാവരും വന്നില്ല. ഹലോ, ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവം തനിക്കുള്ളവരെ വേർതിരിക്കുന്നെന്നും ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുക. ഹലോ, ഞാൻ എന്തിനാ ഈ വിഷയത്തിലോട്ട് കടക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈല് ഒരു അപകടകാരി ആണ്, എന്നാൽ അത് പ്രയോജനം ചെയ്യുന്നതുമാണ്. അതിനകത്തൂടൊക്കെ കയറി വരുന്ന ഓരോരോ കാര്യങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവാത്മാവി പറയുന്നു, ഏലിയാവിൻ്റെ കാലത്ത് ദൈവഭയം ഇല്ലാത്ത നാട്ടിൽ കള്ളപ്രവാചകന്മാർ കൊടികുത്തി വാഴുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം അറിയുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് ഏലിയാവിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഏലിയാവ് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്ന ദൈവദാസന് ഒരു റവലേഷനും കിട്ടാതെ തൻ്റെ ആ ഏകാന്തതയോർത്ത് ഭാരപ്പെടുമ്പോൾ, ഏലിയാവേ, നീ ഒരുത്തൻ മാത്രമല്ല, നീ അറിയാത്തവരെ ഞാൻ അറിയുന്നുണ്ട്. നിന്നെ പോലെ അവർ കൊട്ടാരത്തിൽ ദൂത് പറയുന്നവരല്ല. ഓ, നിന്നെ പോലെ തീ ഇറക്കുന്നവരല്ല അവർ എവിടോ ഒതുങ്ങിക്കൂടി കഴിയാണ്. അവരെ ഞാൻ നമ്പരിട്ട് കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ അവരുടെ നെറ്റിമേൽ ഞാൻ മുദ്രയിട്ട് കഴിഞ്ഞു. നിത്യതയ്ക്ക് വേണ്ടി പോകാൻ ഒരു കൂട്ടരെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ റബാല ശബ്ദ റബ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വാദിക്കുന്നു. ഓ റബാല ശബ്ദ റബ. ഇന്ത്യയിൽ ഒരു ശേഷിപ്പ് എഴുന്നേൽക്കാൻ പോവുക. കർത്താവ് ചോദിക്കും, ഇവരെവിടുത്തുകാരാന്ന്, എവിടുന്ന് വരുന്നവരാന്ന് ചോദിക്കും. അന്നേരം ഒരു ശബ്ദം കേൾക്കാം, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കയറി വരുന്നവരാ. ഓ പ്രൈസ്, മഹാകഷ്ടത്തിൽ നിന്നൊരു ഗ്രൂപ്പിനെ ദൈവം ഈ നാളുകൾ ഒരുക്കാൻ പോവുക. ഓ, കർത്താവിന് വേണ്ടി രക്തം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിനെ ദൈവം ഒരുക്കാൻ പോവുക. ഓ റബലബ ശന്തറ റബലബ ശസിയാര. ഹോ ഹോ ചുട റബലബ ഷാറഗല. യെസ് യെസ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, സ്റ്റീഫൻ പാസ്റ്ററെ, നിങ്ങൾക്ക് വേറെ സഭ കിട്ടത്തില്ലായിരുന്നോ, ബുദ്ധിമോശമല്ലേ കാണിച്ചതെന്ന്. ഞാൻ അവരോടൊന്നും ആൻസർ അങ്ങനെ പറയാറില്ല. ഞാൻ ഒഴിഞ്ഞു മാറി അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. അതിനൊന്നും ഒരു ആൻസർ അവരോട് കൊടുത്താൽ ഇവർക്കൊന്നും മനസ്സിലാകത്തില്ല.
ഏലിയാവ് ഒറ്റയ്ക്ക് നടക്കുക. അവനെ ഇസ്രായേൽ ജനം ഒറ്റപ്പെടുത്തി. ഹല്ലേലൂയ. അവനെ എവിടെ വെച്ച് പരാജയപ്പെടുത്താം, എവിടെ വെച്ച് അവന്റെ ജീവനെ എടുത്തു കളയാമെന്ന് പറഞ്ഞ് ആഹാബും അവന്റെ കൂട്ടരും കൂടെ അവനെ അന്വേഷിച്ച് നടക്കുക. ശബരകടകസ്യ, അവനെ കൊന്നുകളയണമെന്നുള്ള ആഗ്രഹത്തിൽ ആഹാബും ഇസബേലും അതെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ അവൻ ശുശ്രൂഷ ചെയ്തു. സ്തോത്രം. ആഹാബിനെ മുന്നേ നിർത്തിക്കൊണ്ട് യാഗപീഠത്തിൽ തീയിറക്കാൻ, വാളുമായി വെട്ടാൻ നിൽക്കുന്നവന്റെ മുമ്പിൽ സകല അധികാരത്തിന്റെയും നാവടച്ചുകൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ. യേശുവിന്റെ നാമത്തിൽ എങ്ങനെങ്കിലും ഇവനെ നശിപ്പിക്കണം. ഇത് അവരുടെ ലക്ഷ്യം. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവദാസൻ, പക്ഷേ അവൻ ആകാശത്തെ അടയ്ക്കാനുള്ള അധികാരമുണ്ട്. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, അധികാരത്തിന്റെ ശുശ്രൂഷ. നീ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരാഴം അവിടെയാ മിനിസ്ട്രി വെളിപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്. ഈ നരിയാണിയോടുള്ള അനുഭവത്തിലും മുട്ടിൻ്റെ അവിടെ വരെ അരയോളം വന്നേച്ച് ഇതാണ് കൃപയെന്ന് വ്യാഖ്യാനിക്കരുത്. നീ ആഴത്തിലേക്ക് പോയാൽ ചില വിടുതൽ അവിടെ നടക്കുന്നത് കാണാം. ഓ ശബ റബ ലബ സിഖറ. ഹല്ലേലൂയ. രക്തജയം. ഈ ഏലിയാവിന്റെ കാലത്ത് 7000 പേരെ സെലക്ട് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നത്, നമ്മുടെ കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. അത് നമ്മൾ ദൈവാനത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. മത്തായി 10:16 ഈ സെലക്ട് ചെയ്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ശേഷിപ്പിനെ കുറിച്ചാണ്. മത്തായി 10:16 നമ്മൾ വായിക്കുമ്പോൾ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ പഴയതിലേക്ക് മടങ്ങി വരാം. ഞാൻ ആ പറഞ്ഞതിലേക്ക് മടങ്ങി വരാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ. മതി. ചെന്നായ്ക്കളുടെ നടുവിൽ സെലക്ട് ചെയ്തവരെ ആടിനെ പോലെ അയക്കുന്നു. എന്തൊരു വിരോധാഭാസം അത്! ചെന്നായ്ക്കളുടെ നടുവിൽ എങ്ങനെ അയക്കണം? സിംഹത്തെ പോലെ അയക്കണ്ടായോ? ഹലോ, കർത്താവ് പറഞ്ഞ് ചെന്നായ് ആടിനെ കടിച്ചു കയറാനിരിക്കുക, നിങ്ങളെ ഞാൻ അവരുടെ ഇടയിലേക്ക് അയക്കുന്നു, ചെന്നാ കൂട്ടത്തിനകത്തേക്ക് അയക്കുന്നു. സ്തോത്രം. 70 പേരെ തെരഞ്ഞെടുത്തപ്പോഴും കർത്താവ് ഇതാ പറഞ്ഞേ, നിങ്ങളെ ഞാൻ ചെന്നായുടെ നടുവിലേക്ക് അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും ഈ ആട്ടിൻകുട്ടികൾ തിരിച്ചു വരുവോ? ഉറക്കെ പറ, വരുവോ? ഒരിക്കലും വരത്തില്ല. പക്ഷെ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നു. ചെന്ന എന്താ അവരുടെ മേൽ ചാടി വീഴാത്തത്? ഹല്ലേലൂയ. ഇവര് സാധാരണ അധികാരത്തിലല്ല പോയത്, യേശുവിന്റെ നാമത്തിലാണ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ ഇവിടെ വ്യാപരിക്കണമേ. ഈ സെലക്ട് ചെയ്തവരെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ 10:7 വായിക്കുമ്പോൾ, ഈ ആട്ടിൻകുട്ടികളെന്ന് പറഞ്ഞ ആടിനെ പോലെ അയച്ചവര്, അവർക്ക് സിംഹത്തെ പോലെ ഗർജിക്കാൻ അറിയത്തില്ല, അവർ ചെന്നായുടെ സ്വഭാവം കാണിക്കത്തില്ല. നമുക്കറിയാം ആട്ടിൻകുട്ടിയുടെ സ്വഭാവം എന്തുവാ?
ഞാൻ എൻ്റെ കുഞ്ഞിലെയൊക്കെ എവിടെ ആട്ടുംകുട്ടിയെ കണ്ടാലും ഞാൻ എടുക്കുമായിരുന്നു. നമുക്കതിനെ കണ്ടാൽ ഒന്ന് എടുക്കാൻ തോന്നും, കൊച്ചാട്ടും കുഞ്ഞുങ്ങളെ. അത് ചില വലുതായാലും വലിയ കുഴപ്പമൊന്നുമില്ല. വളരെ സൗമ്യതയെ കാണിക്കുന്ന, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, പെസഹ കുഞ്ഞാട്. സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് കുഞ്ഞാടാണ്. സിയോൻ മലയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതായി നിൽക്കുന്നതായി ഞാൻ കണ്ടു. ഹല്ലേലൂയ. 10:7 വായിക്കുമ്പോഴാണ് ഈ കുഞ്ഞാടിന്റെ തനി സ്വഭാവം വെളിപ്പെടുന്നത്. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. ഈ കുഞ്ഞാടുകളോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗരാജ്യം പ്രസംഗിക്കാനുള്ള അധികാരം ഞാൻ തരുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം പ്രസംഗിക്കുക. സെലക്ട് ചെയ്തവരുടെ ഒക്കെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. സെലക്ട് ചെയ്തവരെ കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ, സുവിശേഷം പ്രസംഗിക്കുക, ഗോസ്പല്, ദൈവരാജ്യം പ്രസംഗിക്കുക. പിന്നെ അടുത്തത് രോഗികളെ സൗഖ്യമാക്കുവിൻ. ഈ കുഞ്ഞാടുകളെന്ന് വിശേഷിപ്പിക്കുന്നവരെ, ഈ സെലക്റ്റഡ് ആയിട്ടിരിക്കുന്നവരെ കുറിച്ച് പറയുക, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവിൻ. പുറമെ പേഴ്സണാലിറ്റി ഒന്നുമില്ല, കുഞ്ഞാടാണ്, പക്ഷേ ഇവൻ രോഗിയുടെ മേൽ അധികാരമുണ്ട്. രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിപ്പീൻ. മരിച്ചവരെ ഉയർപ്പിക്കണം. ഹല്ലേലൂയ. ദൈവമക്കൾ പ്രാർത്ഥിക്കാമോ? ഇന്ത്യയിൽ മരിച്ചവർ ഉയർക്കട്ടെ. നോർത്ത് ഇന്ത്യയിൽ മരിച്ചവർ ഉയർക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആര് പറഞ്ഞു മരിച്ചവർ ഉയർക്കുന്നുണ്ട്? ഈ കാലത്തും മരിച്ചവർ ഉയർക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ വെട്ടിയാറ് സഭയിൽ IPCയുടെ പാസ്റ്ററായിട്ടിരിക്കുന്ന കാലത്ത് അതിൻ്റെ തുടക്കത്തെക്കുറിച്ച് അവിടുത്തെ ഉള്ളൊരു അപ്പച്ചൻ എന്നോട് പറഞ്ഞത്, മൂർക്കം പാമ്പ് കടിച്ച് മയങ്ങിക്കിടന്ന ഒരു മാതാവിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് 95 വയസ്സുണ്ട്. അവർ ദൈവകൃപയെ വന്നത് മൂർക്കം പാമ്പ് കടിച്ച് മയങ്ങിക്കിടന്നതാ. നിമിഷങ്ങൾ കൊണ്ട് മരിക്കേണ്ടതാ. ശരീരം മുഴുവനും കരുനീലിച്ച് കണ്ണെല്ലാം മറഞ്ഞു. അന്ന് TK ഫിലിപ്പ് സാറ്, തോമസ് ഫിലിപ്പിൻ്റെ ഫാദർ, ഈ മാതാവിൻ്റെ കയ്യിലേക്ക് പിടിച്ച്, ഇന്നേക്ക് 10-60 കൊല്ലങ്ങൾക്ക് മുമ്പ് കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക. അവർ ചാടി എഴുന്നേറ്റു. സ്തോത്രം. അവർ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. ഇത് കണ്ട് പലരും രക്ഷിക്കപ്പെട്ടു, പലരും സ്നാനപ്പെട്ടു. അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മരിച്ചവർ ഉയർക്കട്ടെ. ബോംഗയുടെ അടുത്ത് മരിച്ച ഒരു പാസ്റ്ററെ കൊണ്ടുവന്നു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടിയെന്നുള്ള വചനപ്രകാരം പാസ്റ്ററുടെ വൈഫ്, എനിക്ക് തോന്നുന്നു പാസ്റ്ററാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് കൊണ്ട് നമ്മൾ സംഘാടകർ സമ്മതിച്ചില്ല. അവർ ഇങ്ങനെ താണു വീണ് പറഞ്ഞു അവിടെയുള്ള റൂമിനകത്ത്, ആ മുകളത്തെ നിലയിൽ അവിടെ ആ റൂമിനകത്ത് വെച്ച ഒരു ബോഡി ദൈവം ഉയർപ്പിക്കുന്നെങ്കിൽ ഉയർപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ബോങ്ക സ്റ്റേജിൽ കയറി ഒരല്ലേലൂയ അങ്ങോട്ട് പറയുകയും ശരീരം ചലിക്കാൻ തുടങ്ങി. ഈ കുഞ്ഞാടിന്റെ വായിക്കകത്തോടെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. പ്രതികാരം ചെയ്യാൻ ഇവർക്ക് അറിയത്തില്ല. ഇവർ സൗമ്യരാണ്. ഇവർ സിംഹത്തെ പോലെ അലറാറില്ല. ഇവർ ചെന്നായിയുടെ സ്വഭാവം കാണിക്കാറില്ല. പക്ഷേ ഇവരുടെ നാവിനകത്ത് അധികാരം.
ഓ രഗടക ദിഗലക സിയാരഗടക ഓ റിബലബ ശന്തര മരിച്ചവൻ ഉയർക്കും. ഓ യേശുവിന്റെ നാമത്തിൽ ഓ റിഗട ഇന്ത്യ കാണാൻ പോകുകയാണ്. വലിയൊരു റിവൈവൽ ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്നു. അത് വെറും റിവൈവൽ അല്ല, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അത് വെളിപ്പെടും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. സെലക്ട് ചെയ്ത 12 പേരെ കുഞ്ഞാടുകളായി കർത്താവ് പറഞ്ഞു. കുഞ്ഞാടെന്ന് പറയുമ്പോൾ ഞാൻ അതാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതിനകത്ത് തുടക്കത്തിൽ വലിയ പ്രസക്തി ഇല്ലെങ്കിലും ഈ കുഞ്ഞാട് ക്രൈസ്തല അധികാരത്തിൻ്റെ ശുശ്രൂഷയുള്ള കുഞ്ഞാടുകളാണ്. ലയണായിട്ടോ മറ്റു ആനയായിട്ടൊന്നും അറിയണ്ട. വലിപ്പത്തിനകത്തല്ല കാര്യം, മിനിസ്ട്രിക്കകത്ത കാര്യം. സ്തോത്രം. മിനിസ്ട്രിക്കകത്ത കാര്യം. സ്തോത്രം. പേഴ്സണാലിറ്റിക്കകത്തല്ല കാര്യം. ഹല്ലേലൂയ. നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനകത്തല്ല കാര്യം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ കാലത്ത് പേഴ്സണാലിറ്റി നോക്കുന്നുണ്ട് പലരും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. പേഴ്സണാലിറ്റിക്കകത്തല്ല കാര്യം. ഏറ്റവും വലിയ സ്പിരിച്വൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിന്റെ അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. ഓ റബലബല. അധികാരത്തോടെ കൽപ്പിക്കൂ, അധികാരത്തോടെ കൽപ്പിക്കൂ യേശുവിന്റെ നാമത്തിൽ. ഓ ഇന്ന് രാത്രിയിൽ ഓ വിടുതലായി. ഓ റബലവശ ഓ റബറശകറവ ഓ ശറവലവശ. ഇത് വെളിപ്പെടാത്തതിൻ്റെ ഒരു വശം ഞാൻ പെട്ടെന്ന് പറയാം. കൂടുതൽ പറഞ്ഞാൽ ഡേഞ്ചറാണ്. കാര്യം എല്ലാവരുടെയും ആത്മീയ നിലവാരം അങ്ങ് ഇടിയുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ബന്ധിച്ച് വച്ചിരിക്കുന്ന സംഘടനാ സെറ്റപ്പാണ് ഇതിന് തടസ്സം. സംഘടന വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എവിടെങ്കിലും നിന്നു അതിന് കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും മരിച്ചു കുഴിച്ചിടാനും മെമ്പർഷിപ്പ് എവിടാന്ന് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ ഇത് നല്ലതാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദുഃഖം മാറ്റിയെടുക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ യേശു എൻ്റെ കൂടെ നിൽപ്പുണ്ട്. യേശു പറഞ്ഞു പറയടാ ഇതെന്ന് പറഞ്ഞു. നിന്റെ നാവിൽ ഞാൻ തരുന്ന അധികാരം എന്താന്ന് പറയാം. സഹോദരി നിന്റെ വായിൽ അധികാരമുണ്ട്. സഹോദര നിന്റെ വായിൽ അധികാരമുണ്ട്. യേശുവിന്റെ നാമത്തില്. ഓ റബലബശതറ റബലബശൻ. വെളിപ്പെടാതെ ഇന്ന് രാത്രി വെളിപ്പെടാ. ഹോ 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 പുറത്തു വാ, പുറത്തു വാ. നീ മിനിസ്ട്രി പുറത്തു വാ. ഓ ഷാ നിന്നെ അടച്ചു പൂട്ടുന്ന മണ്ഡലങ്ങൾ ഇന്ന് രാത്രി തകരട്ടെ. അവർക്ക് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അധികാരം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കാനുള്ള അധികാരം, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം. സ്തോത്രം. ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം. 10-35 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊല്ലത്തൊരു മീറ്റിങ്ങിന് ഞാൻ കടന്നുപോയി. ഒരു ദൈവാസൻ്റെ ശുശ്രൂഷയിൽ അറ്റൻഡ് ചെയ്യാൻ. അവിടെ ഒരു മൈതാനത്ത് യോഗം നടക്കുക. എനിക്കൊന്ന് 10-38 വർഷം മുമ്പാണ്. ഞാൻ യൗവനക്കാരനായിരിക്കുമ്പോഴേ. സ്തോത്രം. അപ്പോൾ സ്റ്റേജിൽ കുറച്ച് പാസ്റ്റർമാരൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു ആരാ ഇന്നിവിടെ ശുശ്രൂഷിക്കുന്നത്? എൻ്റെ അടുത്തിരുന്ന ആളോട് ചോദിച്ചു. ഉണ്ടായിരിക്കുന്ന പുള്ളിയാണ്. സ്തോത്രം. ഒതുങ്ങി കൂടി ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുക, കുനിഞ്ഞിങ്ങനെ ഇരിക്കുക. സ്തോത്രം. ഇത്രയേ ഉള്ളൂ ആള്. വലിയ പേഴ്സണാലിറ്റി ഒന്നുമില്ല. ഞാനെന്തിനു ചോദിച്ചു ഈ പുള്ളിയാണോ ശുശ്രൂഷിക്കുന്നത്? പുള്ളി എന്തോ പറയാനാ ഇന്ന്. അങ്ങോട്ട് കയറി നിൽക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. 2 വാക്ക് പറഞ്ഞപ്പോഴേ ഗ്രൗണ്ടിനകത്ത് ഭൂതശക്തികൾ അലറാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വലിയ വടം കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുക ഗ്രൗണ്ട്. ചില ഭാഗത്ത് ആളിനെ കയറ്റാതെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ അടുത്തിരുന്ന ആളിനോട് ചോദിച്ചു, ഇച്ചിരി കഴിയുമ്പം കണ്ടോളാൻ പറഞ്ഞു, ഇവിടെ എന്തോ നടക്കാൻ പോകുന്നതെന്ന്. ഈയൽ വിറയ്ക്കുന്ന പോലെ ആൾക്കാർ കിടന്ന് നിലത്ത് കിടന്ന് അടിക്കുക, ഭൂതാത്മാക്കൾ. ഞാൻ ആത്മാവാണേ, ഞാൻ ഇന്ന ആത്മാവാണേ, ഞാൻ ഇന്നടത്തുനിന്ന് വന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാം അലറുവാണ്. അലറി ഗ്രൗണ്ട് നിറച്ചും ആളാ, ഭയങ്കര ആളാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാത്തിനും ഈ കയറിനകത്ത് കയറ്റിയിട്ടേക്കുക. അവിടെ കിടന്ന് ഡിസ്കോ ഡാൻസ് ചെയ്യുക ഇവരെല്ലാം കൂടെ കിടന്ന്. ഈ ദൈവദാസൻ സൈലൻ്റായിട്ട് അവിടെ നിൽക്കുക. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ വ്യാപരിക്കുന്ന സകല ദുരാത്മാക്കളും ഈ ശരീരം വിട്ട് പുറത്തു പോവും. ദൈവമക്കളെ, മഴ പെയ്ത് തോർന്നുകൊണ്ടിരുന്നു, എല്ലാം വിട്ടുപോയി. ഒന്നിൻ്റെയും തലയെ കൈവെക്കേണ്ടി വന്നില്ല. ഹല്ലേലൂയ. ഇച്ചിരിയുള്ളൊരു മനുഷ്യൻ അധികാരത്തോടെ ശുശ്രൂഷിക്കുവാനായി തുടങ്ങി. ഭൂതങ്ങൾ അലറാൻ തുടങ്ങി. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുമേ. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുമേ. ഭൂതങ്ങൾ ഭൂതങ്ങൾ ജനമൊന്നു ചേരുന്നു. ഓ ശാലരാജൻ വരുന്നോരു ധ്വനികൾ ദേശമെങ്കും മുഴങ്ങിടുന്നു. ശാലരാജൻ വരുന്നോരു ധ്വനികൾ ദേശമെങ്കും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു. പുതുഭാഷ കേൾക്കുന്നു. കുഷ്ഠരോഗം മാറുന്നു. ജനമൊന്നു ചേരുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു. പുതുഭാഷ കേൾക്കുന്നു. കുഷ്ഠരോഗം മാറുന്നു. ജനമൊന്നു ചേരുന്നു. ശാലരാജൻ വരുന്നോരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നോരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ദൈവമക്കളെ, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ആൾക്കാർ സംശയിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അങ്ങ് വിട്ടുകള, ഒറിജിനൽ വെളിപ്പെടും, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണും. അല്ലെങ്കിൽ രായിച്ചാനോടൊക്കെ ചോദിച്ചാൽ മതി, അവരുടെ അപ്പച്ചമ്മയുടെ കാലത്ത് ആഞ്ഞെടുത്താനത്ത് നടന്ന അത്ഭുതങ്ങൾ. പ്രൈസ് ദ ലോർഡ്. ഈ നമ്മൾ ശുശ്രൂഷയുള്ള സഭകളായതുകൊണ്ട് പറയാം, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പല സഭകളും പഴയ സഭകളുടെ ഹിസ്റ്ററി നോക്കണം. കുഴിക്കാല, നെല്ലിക്കമണ്ണ്, ആഞ്ഞിൽത്താനം, ഇങ്ങനെയുള്ള സഭകളിലൊക്കെ നോക്കുമ്പോഴേ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഒറ്റപ്പെട്ട് നടന്നവർ അവിടെയുള്ള അപ്പന്മാരൊക്കെ. കല്യാണത്തിന് വിളിച്ചാൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാറ്ററിങ് പരിപാടിയൊന്നുമല്ല, വീടിനകത്ത് ഉണ്ടാക്കുക ആഹാരം, അതിൻ്റെ രുചിയൊന്ന് വേറെ. അത് അന്ന് പട്ടിണിയും പ്രയാസമുള്ള കാലത്ത് ഒരു കല്യാണത്തിന് വിളിച്ചെന്ന് പറഞ്ഞാൽ ആഹാരം കിട്ടുന്നത് വലിയ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആഹാരം കഴിക്കാൻ വേണ്ടി ചോറിനകത്ത് എലിശ്ശേരി ഒഴിച്ച് ഇളക്കി കഴിക്കാൻ തുടങ്ങുമ്പോൾ അപ്പച്ചന്മാരെ പിടിച്ചിറക്കി വിട്ടിട്ടുണ്ട്. സ്തോത്രം. ഈ രാജാവിൻ്റെ അപ്പച്ചനും വല്യപ്പച്ചനൊക്കെ അതിന് ഉദാഹരണമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെയാണ് ദൈവ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹലോ, നിന്റെ ജീവിതത്തിൽ റിജക്ഷൻ കടന്നു വരുമ്പോൾ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. നിന്റെ കുടുംബക്കാർ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ നിന്നെ ഒരുക്കുക.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, പെന്തിക്കോസ്തുകാര് പണ്ടത്തെ പോലല്ല, പിണറായി വിജയൻ വരെ നമ്മളെ അറിയുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നിന്റെ ഫീസ് പോയി, അതുകൊണ്ടാന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കൂടെ രാഷ്ട്രീയം, നമുക്ക് ഇറങ്ങിക്കൂടെ, നമുക്ക് ഒന്ന് പയറ്റിക്കൂടെ? ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഉള്ളവരുടെ മേൽ ഏറ് കിട്ടിയിട്ടുണ്ട്, അവരുടെ സഭ വളർന്നിട്ടുമുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ദൈവം അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹലോ, നിന്നെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നിന്നെ വേണ്ട. നിന്നെ ഒറ്റപ്പെടുത്തിയെങ്കിൽ ഓർത്തോണോ, ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. കണ്ടോ യാസനെ? യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ഒറ്റപ്പടിയിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാളാണ് ദാവീദ്. എൻ്റെ ഇന്നത്തെ വിഷയം ശേഷിപ്പെന്നുള്ളതാണ്. അത് കൊച്ചു കൊച്ചു ഉദാഹരണമൊക്കെ അതിനകത്ത് കയറി വരും. ഇശായിയുടെ വീടിനകത്തൊരു ശേഷിപ്പ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പയ്യൻ. ബൈബിളിലില്ലാത്തൊരു ചരിത്രത്തിനകത്തുണ്ട്. ദാവീദിൻ്റെ അമ്മ മരിച്ചു പോയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് സെക്കൻഡ് മാരേജ് ചെയ്തു. അങ്ങനെ ഉണ്ടായതാണ് മറ്റു കുഞ്ഞുങ്ങൾ. ദാവീദ് ആദ്യത്തെ വിവാഹത്തിലുണ്ടായ മകനാന്നൊക്കെ ഇങ്ങനെ ചില ചരിത്രങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് എവിടെ എന്താണെന്ന് എന്നോടിപ്പോൾ ചോദിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാൽ യഹോവ എന്നെ ചേർത്തുകൊള്ളൂ എന്നൊക്കെ പുള്ളി വളരെ ഏകാന്തത അനുഭവിച്ചൊരു ദൈവദാസനാണ് ഈ കിങ് ഡേവിഡ്. ഇന്നും ഇസ്രായേലികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കിങ്ങാണ് കിങ് ഡേവിഡ്. യെരുശലേമിനെ യെരുശലേം ആക്കിയതും സിയോൻ കോട്ട പിടിച്ചെടുത്ത് അവിടെ ഒരു സിറ്റി ഉണ്ടാക്കിയതൊക്കെ ഈ ഡേവിഡാ. ഭയങ്കര പവർഫുൾ മാൻ, ഭയങ്കര ശക്തിയാണ്. ജാതികൾ ഇവൻ്റെ മുമ്പിൽ വീഴുമെന്ന്, ജാതികൾ ഇവനെ കൊണ്ട് കപ്പം കൊടുക്കും. സ്തോത്രം. ജാതികൾക്ക് ദാവീദെന്ന് കേട്ട പേടിയാ. പ്രൈസ് ദി ലോർഡ്. എന്നറിയാമോ, ഈ ഒറ്റപ്പെട്ടവന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഒറ്റപ്പെട്ട് നടക്കുന്ന നീ ഒറ്റയ്ക്കല്ല, നിന്റെ മേലൊരു അഭിഷേകം. ഹല്ലേലൂയ. ഒറ്റപ്പെട്ടു നടക്കുന്ന ദാവീദ് ശത്രുവിൻ്റെ കയ്യിൽ ചെന്ന് പെട്ടു. ശത്രു രാജാവിൻ്റെ കയ്യിൽ, ആക്കീശിൻ്റെ അടുത്ത്. നമ്മൾ വായിക്കാറുണ്ട്, ദാവീദ് കൊട്ടാരത്തിൽ കയറി. അപ്പോൾ പിടിച്ചോണ്ട് വന്നവർ പറഞ്ഞു, ഇതാ ഗോലിയാത്തിനെ കൊന്ന ആൾ ഇവനാന്ന് പറഞ്ഞു. തട്ടിയേക്കാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരനെ എന്തോ ചെയ്യണമെന്നറിയത്തില്ല. അവിടോട്ട് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഉണരാൻ തുടങ്ങി. ഈ പുള്ളി എന്തോ എന്നറിയോ, വായിക്കൂടെ സലൈവ ഒഴുക്കിക്കൊണ്ട് ഇങ്ങനെ ഒലിപ്പിക്കുക. വൃത്തികെട്ടവൻ. സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെ അതങ്ങോട്ട് പിടിക്കുന്നില്ല. ഈ പ്രാന്തനെ പിടിച്ചോണ്ട് വന്നിക്കുക. എന്നിട്ട് പുള്ളിക്കാരൻ എന്താ അറിയാമോ, കഥയെ വരച്ചു. മൂലഭാഷ ടോഡ എന്ന ഉപയോഗിച്ചിരിക്കുന്ന അതിരിട്ടെന്ന്. അതിര് എന്തോത്തിന് അതിരിട്ടു? എന്നെ തൊട്ടുപോയേക്കരുത്. അതിര് വെച്ചു. ചുമ്മാതുള്ള വരയല്ല അത്, അതിര് വെക്കുന്ന വരയാ. അത് ലോകത്തിന് പിടികിട്ടത്തില്ല. യേശുവിന്റെ നാമത്തിൽ തന്ത്രപൂർവം, യേശുവിന്റെ നാമത്തിൽ അതിര് വെക്കുക. എന്നെ തൊട്ടുപോയേക്കരുത്, എന്റെ ശരീരത്തിന്മേൽ തൊട്ടുപോയേക്കരുത്. ഞാൻ ദൈവത്തിന്റെ വകയാ. എന്റെ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കണം. ഹല്ലേലൂയ. ദാവീദിന്റെ പുത്രൻ വെളിപ്പെടണമെങ്കിൽ ഞാൻ ജീവനോടിരിക്കണം. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ കുടുംബത്തിനകത്ത് വന്ന് കയറുക. ഒറ്റപ്പെട്ടവൻ.
പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ കുലത്തിൽ ഹല്ലേലൂയ. കർത്താവ് വരുന്ന ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനാ. കിങ് ഡേവിഡ് ജീവിതത്തെ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞാൽ നെടുമ്പാട് വീഴും. പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ കരയും. അയ്യോ ഞാൻ തെറ്റിപ്പോയി. ഒറ്റപ്പെട്ട് നടക്കുന്നവനോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ടുപിടിച്ച് ഇന്ന് രാത്രി മടങ്ങി വരുന്നെങ്കിൽ നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഒരു ഡെലിവറൻസ് ഇതിനകത്ത് വ്യാപരിക്കാൻ പോവാ. നമ്മള് ഈ 12 പേരെ സെലക്ഷനകത്ത് അവര് ഭൂതത്തിന്റെ മേലും മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അധികാരമെല്ലാം കൊടുത്തിട്ട് സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുപ്പീൻ. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ അതിനാ ജീവിക്കുന്നു. അതിന് ദൈവത്തിന് വിരോധമില്ല. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇത്ര തന്നാലേ പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് പറയാനുള്ള അധികാരമൊന്നുമില്ല. അതിനൊരു ഫീസില്ല. കിട്ടിയാലും സ്തോത്രം, കിട്ടിയില്ലേലും സ്തോത്രം. പ്രൈസ്തലോ അങ്ങനെ പറയുന്നവൻ അഭിഷേകമുള്ളവൻ. പണം ഒരു വിഷയമേ അല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കൃപയ്ക്ക് വില കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഒന്നുമില്ലെങ്കിലും എനിക്ക് കൃപ മതി. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കല്ലേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കളെ, വിളിക്കപ്പെട്ടവർ ഇതിനകത്തിരിക്കുക. നിങ്ങളോട് ഞാൻ ആത്മാവി പറയുക, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെങ്കിലും സെലക്ഷനകത്ത് വരണമെന്നില്ല. കൃപ കൊണ്ട് ഇതിനകത്ത് വന്നു, അത് സത്യമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവരനേകരെങ്കിലും ബിരുദ് പ്രാപിക്കുന്നവന് ഒരുത്തൻ. ശലോമോനെ ദൈവം അനുഗ്രഹിച്ചു. അവന് ബുദ്ധിയും ജ്ഞാനവും കഴിവും സമ്പത്തെല്ലാം കൊടുത്തു. എബ്രായലേഖനം 11 വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ സോളമനില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി സെലക്ഷനകത്ത് വരണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവർ ബാലിന് മുട്ടുകുത്താത്തവരാ. യെസ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു പാസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ശ്രേണായിട്ട് നിന്നുകൂടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, സഭയൊക്കെ കിട്ടണ്ടായോ? പ്രസാദിപ്പിച്ചല്ല പറ്റത്തുള്ളോ? നാളെ ഈ പുള്ളിക്കാർ പറയുക, വാടാ നമുക്കൊരു വീട് കയറി ആക്രമിക്കാം എന്ന് പറഞ്ഞാൽ പാസ്റ്റർ കൂടെ പോകുമെന്ന് ഞാൻ ചോദിച്ചു. സഭ കിട്ടാൻ ഗുണ്ടകളുടെ കൂടെ അന്ന് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവമക്കളെ, ആരെയാ നീ ഭയപ്പെടുന്നത്? യേശുവിൻ്റെ നാമത്തിൽ യഹോവയുടെ പക്ഷത്തുള്ള മാറട്ടെ. പർവ്വതത്തിൽ നിന്ന് മോശ ഇറങ്ങി വരുമ്പോൾ വലിയ കോലാഹലം കേൾക്കാം. ഈ കോലാഹലം കേട്ടോണ്ട് എൻ്റെ ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലും ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് പുള്ളി ചാടി ഇറങ്ങി ചെന്ന് കൂടെ നിന്ന് ആരാധിച്ചോ? പറ. ഇറങ്ങി വരുന്ന വാക്കിൽ ഈ ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി ഇതെന്തോത്തിന്റെ ശബ്ദമാണ്. തേജസ്സുള്ളവന് മാത്രമേ അന്യാരാധനക്കാരനെ അറിയത്തുള്ളൂ. തേജസ്സുള്ളവന് മാത്രമേ കൃപയില്ലാത്തവനെ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ തീക്ഷ്ണമായിട്ടൊക്കെ പറയുന്ന ആളാ. നിന്നെ ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഹാബിൻ്റെ കൂട്ടത്തിൽ നീ കൂടരുത്. ഇസബേലിന്റെ പാപത്തിന് നീ കൂട്ടാളിയാകരുത്. ഇനി ഇതെവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ പറയുക, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു.
അവർ എൻ്റെ നാശം കാത്തിരിക്കുന്നു. 7000 പേരും മറഞ്ഞു കിടപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? നമ്പർ 1, നീ ദൈവത്തിന് വേണ്ടി നിന്നല്ലയോ ഏലിയാവേ, ദൈവം നിനക്ക് വേണ്ടി കരുതിക്കൊള്ളും. നീ ദൂത് പറയാനുള്ള ദൂത് പറഞ്ഞു. ഒന്നാമത്, ഞാൻ പക്ഷിയോട് കൽപ്പിച്ചിട്ടുണ്ട്. 2, ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. 3, ഞാൻ ദൂതനോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ 1-ാം ഘട്ടം പരാജയപ്പെട്ടെങ്കിൽ, 2-ാം ഘട്ടം പരാജയപ്പെട്ടെങ്കിൽ, 3-ാം ഘട്ടം നിന്നെ ലിഫ്റ്റ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഉയർത്താൻ പോവാ. ഓ റിബാല ഷബാര ഖമാറ. കാക്ക വരും. കുറച്ചാൾ കഴിയുമ്പോൾ കാക്കയുടെ വരവും നിൽക്കും. വിധവയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വിധവ പ്രാഗിയിട്ട് കൊണ്ട് തരും. ഹിസ്റ്ററി ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഒന്നുമില്ലെന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് അയക്കും. അത് നിന്റെ വിടുതലിനും ആ കുടുംബത്തിൻ്റെ വിടുതലിനും വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ നിൽക്കും. അടുത്ത ഘട്ടം തോളെ തട്ടിത്തരുന്ന ഒരു ഘട്ടം. അത് മനുഷ്യൻ്റെ കിച്ചണിൽ ഉണ്ടാക്കുന്നതല്ല, വിധവയുടെ വീട്ടിലുണ്ടാക്കിയതല്ല, കാക്ക കൊത്തിക്കൊണ്ട് വന്നതല്ല, ദൈവത്തിൻ്റെ ദൂതൻ നേരിട്ട് കൊണ്ട് കൊടുത്തതാണ്. യേശുവിൻ്റെ നാമത്തിൽ യേശു നേരിട്ട്, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിനക്ക് നേരിട്ട് കൊണ്ട് തരും. സ്തോത്രം. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് മലശ്ശേരിയിൽ ഒരു പുതിയ വേലയെടുത്ത് പ്രവർത്തിക്കുന്ന കാലത്ത്, കുമ്പഴയ്ക്കടുത്ത്, അന്ന് വീടിൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കാൻ നിർവാഹമില്ലാതെ, പാപ്പയ്ക്ക് പൈസ ഇല്ലെന്ന്, വിശ്വാസികളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ മുന്നേ പോയി നിൽക്കുക. കൈ പൈസ ഒന്നുമില്ല. ആരെങ്കിലും വല്ലതും കൊടുക്കുമെന്ന് വിചാരിച്ചായിരിക്കും നിന്നത്. ഇത് 50 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. സ്തോത്രം. 10 മണിക്ക് ഓഫീസ് തുറന്നു. 10:30 11 11:30 12 എൻ്റെ ഫാദർ അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ കാഷ്യർക്ക് കാണാൻ, അപ്പം ഇങ്ങനെ നിൽക്കുന്നത് കാണാം. പുള്ളി ജനലിൽ കൂടെ കൈ ആട്ടി വിളിച്ചു, എന്തിനാ അവിടെ നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കറണ്ട് ചാർജ് അടയ്ക്കാൻ നിൽക്കുക. ആ ബില്ല് ഇങ്ങനെ തന്നെ. പുള്ളിക്കാരൻ ചുമ്മാ ചെക്ക് ചെയ്താൽ പറയാൻ, നിങ്ങളുടെ പൈസ ഇവിടെ ആരോ അടച്ചിട്ടുണ്ടെന്ന്. പൈസ ഇവിടെ അടച്ചിട്ടുണ്ടെന്ന് പപ്പായ്ക്ക് വിശ്വാസം വരുന്നില്ല. പപ്പ അടച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അവിടെ പൈസ വന്നേ? സ്തോത്രം. അന്ന് ഞാൻ കൊച്ചു കുഞ്ഞായിട്ടിരിക്കുന്ന കാലത്ത്, അന്ന് ഈ കാറോ ഈ സ്കൂട്ടറോ ഒന്നുമില്ല. ഒരാൾക്ക് സൈക്കിളുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ബസ് കയറാൻ നിൽക്കുക. എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അനിയനുണ്ട്. അനിയൻ തോളെ കിടക്കുക അമ്മയുടെ. എന്നെ കയ്യെ പിടിച്ചോണ്ട് കൊച്ചു കുഞ്ഞാ ബസ് കയറാൻ നിൽക്കുക. വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. ഒരു പ്രൈവറ്റ് ബസ് മുന്നേ കൊണ്ട് നിർത്തി, കയറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് കണ്ടക്ടർ പറയുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ എനിക്ക് തോന്നുന്നില്ലെന്ന്. വിളിച്ച് കയറ്റിയതാ. ഞങ്ങളെ സ്ഥാനത്ത് കൊണ്ട് ഇറക്കി. സ്തോത്രം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. സ്തോത്രം. ഏലിയാവിൻ്റെ ദൈവം നിന്റെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അപ്പം കോംപ്രമൈസ് ചെയ്യാത്ത ഒരു കൂട്ടര് എനിക്ക് വേണ്ടിയുണ്ട്. അവരെ ഞാൻ വേർതിരിക്കാം. അവർക്ക് വേണ്ടി ഞാൻ കരുതുന്ന വഴികൾ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ
നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ യെരുശലേമിലൊരു ശേഷിപ്പ് 7000 പേരെ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വേറൊരു ശേഷിപ്പ്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ ഒന്ന് വായിച്ചേ. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. ശേഷിപ്പിന് പലപ്പോഴും അപമാനവും കഷ്ടവുമാണ്. അത് നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയേ. യാക്കോവിന് ആരോഗ്യവാന്മാരായ പുത്രന്മാർ പലരുണ്ടെങ്കിലും ജോസഫിന് എപ്പോഴും അങ്ങ് പ്രശ്നമാണ്. കാര്യം നീ സെലക്ട് ചെയ്യപ്പെട്ടവനായതുകൊണ്ടാണ്. നിനക്ക് സ്വപ്നം ഉള്ളത് കൊണ്ടാണ് ഇത്രയും പ്രോബ്ലം വരുന്നത്. സ്വപ്നം ഇല്ലാത്തവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ചിലർ പറയാറുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നു, എൻ്റെ ജീവിതത്തോളം പ്രശ്നം ആർക്കും ഇല്ലെന്ന്. ദൈവമക്കളെ, പൊത്തുവരുത്ത പ്രകാരം പൊയ്ക്കേ, ഒരു കുഴപ്പവും വരത്തില്ല. ഞാൻ കൊച്ചിലെ കണ്ടുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കുമളിയിൽ നിന്നൊക്കെ കാളയും പശുവിനെയൊക്കെ കേരളത്തിലോട്ട് ഞാൻ നടത്തിക്കൊണ്ട് വരുന്നത്. അവരെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടുകൊണ്ട് ഈ നടത്തിക്കൊണ്ട് വരുന്നവരെ നദിയുടെ കരയിലൊക്കെ കൊണ്ടുവന്ന് ഇതിനെ കൊണ്ടു നിർത്തി വെള്ളം കുടിപ്പിക്കുന്നതും പച്ചപ്പുൽ തകിടിയിൽ കൂടെ ഇതിനെ തീറ്റാൻ വിടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശു പറയുകയാണ്, എനിക്ക് നദിക്കരയിൽ നിന്ന് കുടിക്കാനുള്ള ഒരു ഭാഗ്യവും ഇന്ന് വരെ കിട്ടിയിട്ടില്ലല്ലോ. ഇതിനെന്ത് സ്വാതന്ത്ര്യമാ? നദിയിൽ നിന്ന് കുടിക്കുന്നു, പുല്ല് മേഞ്ഞ് തിന്നുന്നു. തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശു പറയും, എൻ്റെ കഴുത്തിൽ ബന്ധനമുണ്ട്, എനിക്ക് പുറത്തോട്ട് പോകാനൊന്നും പറ്റുന്നില്ലല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് നടത്തിക്കൊണ്ട് വരുന്ന ഈ പശുവിൻ്റെ ഈ കാളയുടെ പുറത്ത് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, കശാപ്പെന്ന്. ദൈവം പറയാണ്, നിന്റെ കഴുത്തിൽ കയറുണ്ടെങ്കിലും നീ തൊഴുത്തിലാണ്, നിന്റെ പുറത്ത് കശാപ്പെന്നില്ല. സ്തോത്രം. മനസ്സിലാവുന്നു പറഞ്ഞ് സ്തോത്രം. ചുമന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുക കശാപ്പെന്ന് എന്ന് പറഞ്ഞ് നിന്നെ കൊല്ലാൻ വേർതിരിച്ചിരിക്കുക. എന്നാൽ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്നതിന് സ്വാതന്ത്ര്യമില്ലെങ്കിലും നിന്നെ കശാപ്പിലുള്ളതല്ല. ഇന്ന് രാത്രി ഉദാഹരണം ഞാൻ പറഞ്ഞതാ. സ്തോത്രം. എത്രത്തോളം അത് മനസ്സിലാക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ഞാൻ പറയാം. നിന്നെ ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പലവിധമായ ശോധനയെ കൂടെ നീ പോകൂ. പക്ഷേ നിന്നെ എന്നും ശോധനയെ ദൈവം ഇടത്തില്ല. നിന്റെ അവസ്ഥക്കെല്ലാം ദൈവം ഒരു മാറ്റം വരുത്തുമെന്ന് ദൈവാത്മാവ് ദൂത് പറയാ. ഈ ആലപ്പുഴ കടപ്പുറത്ത് ചെല്ലുമ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഒരുമാതിരി കാറ്റൊക്കെ ഉള്ളപ്പോൾ പട്ടം പറപ്പിക്കുന്ന പിള്ളേരെ കാണാൻ പറ്റും. പട്ടം ആകാശത്ത് നമുക്ക് ദൂരെ ഉള്ളപ്പോഴേ പട്ടം ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ നൂല് കാണത്തില്ല. പക്ഷെ ഇത് ആ പരിധിക്കപ്പുറം ഒന്നും പോകുന്നില്ല. ഒത്തിരി ഉയരത്തിൽ നിന്ന് കറങ്ങിക്കൊണ്ട് നിൽക്കുക. നൂല് കാണത്തില്ല, പട്ടമേ കാണാനുള്ളൂ. പക്ഷേ ഈ പട്ടം എന്തുകൊണ്ട് അപ്രത്യക്ഷമാകുന്നില്ലെന്ന് ചോദിച്ചാൽ, ഈ നൂല്, ഈ പട്ടത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൈയുണ്ട്. ഹലോ, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം. നിന്റെ കഷ്ടതയിൽ നിന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കൈയുണ്ട്. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമം. നിന്റെ പ്രാർത്ഥന മുറിക്കാതിരുന്നുകൊണ്ട് നിന്റെ കുഞ്ഞാകുന്ന പട്ടത്തെ പ്രാർത്ഥന നൂലുകൊണ്ട് നീ കൺട്രോൾ ചെയ്യണം. നിന്റെ വിരളെ നീ ചുറ്റി പിടിച്ചോ, നിന്റെ കയ്യെ നീ ചുറ്റി പിടിച്ചോ. നിന്റെ കുഞ്ഞ് എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും നിന്റെ കൈ വിട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഒരു ശത്രുവിനും അവനെ തൊടുവാൻ കഴിയത്തില്ല. യേശുവിന്. നിന്റെ തലമുറ ദൈവത്തിൻ്റെതാണ്.
ഓ യേശുവിന്റെ രക്തമാണ്. ഓ റബാ റബാ, നീ പ്രാർത്ഥിച്ചാ മതി. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തലമുറയുടെ മേലൊരു വിടുതൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ കുഞ്ഞിന്റെ ജോലിക്കെതിരെ പയറ്റുന്ന ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുകയാണ്. ഓ അവർക്ക് PR കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന സകല വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു സഹോദരി ഞങ്ങളോട് പറയുമായിരുന്നു, കുഞ്ഞിന് PR കിട്ടാൻ കാനഡയിൽ ഒരു ചാൻസും ഇല്ലായിരുന്നു. പക്ഷേ രാത്രിയിൽ അവൾ എഴുന്നേറ്റ് നിന്ന് കർത്താവേ, ഞാൻ ഒറ്റയ്ക്ക് ഒരു പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയതാ, എന്നെ വീട്ടുകാർ നിന്ദിച്ചതാ, ഞാൻ ഒറ്റയ്ക്ക് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ചതാ, സ്തോത്രം അത് ഇറങ്ങിത്തിരിച്ചതാ, ഞാൻ നിന്ദകൾ അനുഭവിച്ചതാ, എൻ്റെ കുഞ്ഞിന് PR കിട്ടിയേ പറ്റത്തുള്ളൂ. രാത്രിയെ പകലാക്കി അവൾ കരയാൻ തുടങ്ങി. അത്ഭുതത്തിൻ്റെ വഴി ആ പൈതലിന് വേണ്ടി ദൈവം തുറന്നു. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പിള്ളേരുടെ വിവാഹം താമസിച്ചാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേർക്ക് പ്രായം കൂടിയ അതേ പ്രായത്തിലുള്ള പെണ്ണിനെ ദൈവം കണ്ടിട്ടുണ്ട്. പെങ്കൊച്ചിന് പ്രായം കൂടിയാൽ അതേ പ്രായത്തിലുള്ള ഒരു പയ്യനെ ദൈവം കണ്ടിട്ടുണ്ട്. സ്തോത്രം. ദൈവം സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ദൈവം തനിക്കുള്ളവരെ അറിയുന്നുണ്ട്. അതാ തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. സെലക്റ്റഡ് ആയിട്ടുള്ളവരെ ദൈവത്തിന് അറിയാം. ഓ ജോസഫിനെ ദൈവത്തിന് അറിയാം. യാക്കോബിന്റെ പുത്രന്മാർക്ക് പലർക്കും ജോസഫിനെ അറിയത്തില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ഫറവോൻ, എല്ലാ ഫറവോനും ജോസഫിനെ അറിയണമെന്നില്ല. ജോസഫിനെ അറിയാത്ത രാജാവ് വന്നു. ചിലർക്ക് നിന്നെ അറിയാൻ പറ്റും, ചിലർക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, അറിയാൻ വയ്യാത്ത രാജാവ് നിനക്കെതിരെ എഴുന്നേറ്റാൽ നിന്നെ ദൈവം വർദ്ധിപ്പിക്കും. യെസ്, ദൈവം സങ്കടദേശത്ത് നിന്നെ വർദ്ധിപ്പിക്കും. അറിയാവുന്നവരായാലും അറിയാത്തവരായാലും അറിയുന്നവരായാലും ഇത് രണ്ടും മൈൻഡ് ചെയ്യണ്ട. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവം. ദൈവത്തിൽ പ്രത്യാശ. സ്തോത്രം. അപ്പോൾ ഞാനെൻ്റെ ആ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരിക. അപ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് ഒരു ശേഷിപ്പ് കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന്. അപമാനഭാരം പേറിക്കൊണ്ടാ നമ്മൾ പലരും ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഹല്ലേലൂയ. എവിടെ ആരാധിക്കുന്നത് വെച്ചാൽ ദൈവസഭയിലാണെന്ന് പറയാൻ വെച്ചാൽ മതി. എവിടാന്ന് പറയല്ലേ, ഒന്നിൻ്റെ മുഖവര പറയാൻ പോകരുത്, ഒഴിഞ്ഞു മാറിക്കോണം. അപമാനഭാരം ശേഷിപ്പിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ കേട്ടോ, അല്ലാത്തതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഡീപ്പായിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ ഇവിടെ പോകേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് സാഹചര്യം അല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. ഒറ്റ ദൂത് അതിൽ കൂടെ ഞാൻ കയറി പറഞ്ഞിട്ട് ആ വിഷയം അവിടെ നിന്ന് വിടുക. അപമാനത്തിലും കഷ്ടത്തിലും ഇരിക്കുന്ന നിന്റെ മതിൽ ദൈവം പണിയാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കഷ്ടതയിൽ ഇരിക്കുന്നവൻ്റെ മതിൽ ദൈവം പണിയും. നിന്റെ യെരൂശലേമിൽ വേറൊരുത്തൻ കയറി മതിക്കാൻ ഞാൻ ഇനി അനുവദിക്കത്തില്ല. ഞാൻ നിന്റെ മതില് പണിയും. ഓ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരാളിനെ നിയോഗിച്ചിട്ടുണ്ട്. ഓ റബ ശതനറബ. ശേഷിപ്പിന്റെ മതില് ദൈവം പണിയാൻ പോവുക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം പണി തുടങ്ങാൻ പോവുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി പണി തുടങ്ങാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പണി തുടങ്ങാൻ പോവുക. ഹല്ലേലൂയ. നിന്റെ മതില് പണിയാൻ പോവുക. യേശുവിന്റെ നാമത്തില് നിന്റെ അപമാനം ദൈവം മാറ്റാൻ പോവുക. അപമാനം പേറിക്കൊണ്ട് നീ നടക്കത്തില്ല. നിന്റെ മതില് ദൈവം പണിയും.
അങ്ങനെ ദൈവം പണ്ട് അപമാനം സഹിച്ചവരോട് പറഞ്ഞതിൻ്റെ റിസൾട്ടാണ് ഇപ്പോഴത്തെ തലമുറകളൊക്കെ പ്രാപിക്കുന്ന നന്മ. അല്ല അവരുടെ കഴിവൊന്നുമല്ല. അപമാനം പേറിക്കൊണ്ട് നടന്നു, വീട്ടിൽ നാട്ടി ഇറക്കി, അപമാനം സഹിച്ചു, കല്യാണത്തിന് വിളിക്കത്തില്ല, വഴി വെച്ച് കണ്ട മിണ്ടത്തില്ല. ഹല്ലേലൂയ. ബാർബർ ഷോപ്പിൽ കയറി പറഞ്ഞിട്ടുണ്ട്, പെന്തിക്കോസ്തുകാരൻ്റെ മുടി വെട്ടരുത്, തലമുടി വെട്ടാൻ വന്നാൽ ഇവിടെ അനുവദിക്കരുത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപമാനം പേറിക്കൊണ്ട് നടന്നു. എന്നാൽ അവരുടെ തലമുറയുടെ മതിൽ ദൈവം പണിതു. ഹലോ, കൈ നീട്ടി നടക്കാൻ ദൈവം അനുവദിച്ചില്ല. അത് ദൈവത്തിന്റെ നീതിയാ. എന്നാൽ ആ നീതിക്കകത്ത് അഹങ്കരിക്കരുത്. ഇന്ന് രാത്രി ഞാൻ പറയാം, സർവശക്തന്റെ മുമ്പിൽ മുട്ടുമടക്കി ദൈവത്തെ ആരാധിച്ചോണം. അപ്പോൾ ഹല്ലേലൂയ, അപമാനത്തിലിരിക്കുന്നതിൻ്റെ മതിൽ ദൈവം പണിയാൻ പോവാം. വേറൊരു കാര്യം ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചത്, ശേഷിച്ച കഷണം 12 കൊട്ട നിറച്ചു, 7 വട്ടി നിറച്ചു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സുവിശേഷത്തിലുണ്ട്, ശേഷിച്ചതിനെ കളക്ട് ചെയ്തു. എത്ര ശേഷിച്ചത് കളഞ്ഞേക്കാനാണെന്ന് പറഞ്ഞത്? എന്താ ശേഷിപ്പ് പെറുക്കിയെടുക്കാൻ കാര്യം? ഇത് കർത്താവിൻ്റെ കൈകൊണ്ട് വാഴ്ത്തിയതാണ്. ദൈവത്തിൻ്റെ കൈകൊണ്ട് വാഴ്ത്തിയത് വേസ്റ്റിനകത്ത് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്നെ കളക്ട് ചെയ്യും, നിന്നെ സെലക്ട് ചെയ്യും, നിന്നെ കളക്ട് ചെയ്യും. നിന്നെ കോട്ടയ്ക്കകത്ത് ശേഖരിക്കും. യെസ്, യേശുവിൻ്റെ നാമത്തിൽ. ദൈവം നിന്നെ വാഴ്ത്തിയെങ്കിൽ നിന്നെ വേസ്റ്റിനകത്ത് ദൈവം കളയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആ ശേഷിപ്പ് ദൈവം പെറുക്കാൻ പോവുക. ആ ശേഷിപ്പ് ദൈവം പെറുക്കാൻ പോവുക. അപ്പോൾ കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി കയ്യിലെടുത്തി വാഴ്ത്തിയത് പെരുകി. ഒരിക്കലും അത് വേസ്റ്റിൽ പോകത്തില്ല. വാഴ്ത്തിയതിനെ ശേഖരിക്കും. ഇതാ കർത്താവ് വേഗം വരാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ശേഷിച്ചതിനെ ദൈവം നിറയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം. അത് പെറുക്കിയെടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കോട്ടയ്ക്കകത്ത് ഞാൻ ഇന്നേക്കൊരു 7-8 കൊല്ലം മുമ്പ് ഒരു ദൈവദാസിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. പുള്ളിക്കാരത്തി ഗൾഫിലായിരുന്നു, താമസമൊക്കെ അവിടെ. നാട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരത്തി വന്നെന്നറിഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ വൈഫും കൂടെ പ്രാർത്ഥിക്കാൻ പോയി. ഞങ്ങൾ സെറ്റിയിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. പായിട്ട് പ്രാർത്ഥിക്കുന്നിടം വേറെ ഉണ്ട്, പക്ഷേ സെറ്റിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞപ്പോഴേ പുള്ളിക്കാരത്തിക്ക് തീ കത്തി. ഞാനുമായിട്ട് സംസാരിച്ചപ്പോഴേ ആത്മാവി കത്തിയപ്പോഴേ ഇവർ ആത്മാവി നിറഞ്ഞു പറയുക, നിന്നെ ഞാൻ കുടുംബമായി എൻ്റെ കോട്ടയ്ക്കകത്ത് പെറുക്കിയെടുക്കുക. അതിങ്ങനത്തെ ദൂതൊന്നും അല്ല, വെടി പൊട്ടിക്കുന്നല്ല പറഞ്ഞത്. അനേകരെ ഞാൻ തള്ളിക്കളയുമ്പോൾ എൻ്റെ ദാസനെ കുടുംബത്തെയും എൻ്റെ കോട്ടയ്ക്കകത്ത് ഞാൻ പെറുക്കി. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം, തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലാകരുത്. ബാലിന് മുട്ടുകുത്താത്ത 7000-നകത്ത് നീ വരണം. യെസ്, ഹല്ലേലൂയ. ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രകോപം അല്പം പോലും മുട്ടു വളയ്ക്കാത്തവരാ. അന്നേ പറഞ്ഞേന്, എടാ ഇച്ചിരി ഒന്ന് വളഞ്ഞ് കാണിച്ചാൽ മതിയായിരുന്നു. ഇത്രയും സ്റ്റേണായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോയാൽ എന്താ കുഴപ്പം? കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷൻ്റെ വിളംബരയാത കണ്ടു. അതിനകത്ത് മാലപ്പടക്കം പൊട്ടിക്കുന്നു. മാലപ്പടക്കം കയറി ഇപ്പം മാലപ്പടക്കത്തിലോട്ട് വന്നിരിക്കുക. അടുത്ത് ഇനി വേറെയൊക്കെ നടക്കാൻ പോവുക. സ്വത്രം വിളംബരത്തിനകത്ത് വിളംബരയാത എന്തെല്ലാം സംഭവങ്ങളാണ് ഇനിയും കാണാൻ പോകുന്നത്.
ഭൂരിപക്ഷത്തിൻ്റെ കൂടെ പോകല്ലേ. നിത്യത പോകാൻ ദൈവം നിന്നെ സെലക്ട് ചെയ്തതാ. നമ്മുടെ കർത്താവായ യേശു യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, വീശുമറം ഉള്ളവൻ എൻ്റെ പുറകെ വരുന്നു. കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങളെ അവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. വെള്ളത്തിൽ സ്നാനപ്പെട്ടവരാണല്ലോ അവിടെ ഇരിക്കുന്നത്. പക്ഷേ തീയുടെ സ്നാനം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിക്കണം. അതിൻ്റെ ലെവൽ വേറെയാണ്. വീശുമറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി പതിര് കെടാത്ത തീയിൽ ഇട്ട് കളയും. ഇപ്പോൾ പതിരേതാ നിറഞ്ഞതേതാണെന്നറിയാവോ? അറിയത്തില്ലല്ലയോ? ദൈവകൃപയുള്ളവർക്കും ഈ നാളുകൾ കൺഫ്യൂഷൻ ആകും. പറ്റിക്കപ്പെട്ടിട്ടേ അറിയത്തുള്ളൂ ചിലർ. എല്ലാം ഒറിജിനൽ പോലെ ഇരിക്കും. പതിരും നിറഞ്ഞതും ഒരുപോലെ ഇരിക്കും. ഇതിനെ വേർതിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ബലവാന്റെ കയ്യിൽ വീശുമറവുണ്ട്. വീശുമ്പോൾ പതിര് തെറിച്ചു പോകും, നിറഞ്ഞത് തെറിക്കത്തില്ല. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ അതവിടെ നിൽക്കും. അതിനെ കർത്താവ് മണിയറയിൽ ചേർക്കും. യെസ്. 7000 പേര് ഇവിടേക്ക് വന്നിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇനി വേറൊരു ശേഷിപ്പിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എനിക്ക് മനസ്സിലാക്കാനിടയായി. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകൾ പേരുണ്ട്. പണ്ട് ഒരു ദൈവാസം പറഞ്ഞാലേ, ഈ പെട്രോൾ പമ്പിൽ ഫയറെന്ന് എഴുതിയിരിക്കുന്ന തൊട്ടിയുണ്ട്. ആ നിയമപ്രകാരം അതവിടെ വെക്കണം. അത് ശരിയാ. അതിൻ്റെ മുകളിൽ എഴുതിക്കുന്നത് എന്തുവാ? ഫയർ. ഒരാൾ അതിനകത്ത് ഫയറുണ്ടെന്നും പറഞ്ഞിട്ട് നോക്കിയാൽ അതിനകത്ത് എന്തോ ഉണ്ട്? വേസ്റ്റ് കിടപ്പുണ്ട് അല്ലേ? പണ്ട് കാലത്ത് വീടിക്കുറ്റി കിടക്കുമായിരുന്നു. സ്തോത്രം. പക്ഷേ പുറമേ എന്തോ എഴുതിക്കുന്നത്? ഫയർ. പക്ഷെ അകത്തുണ്ടോ? ഇല്ല. പേര് പെന്തിക്കോസുകാരി. പക്ഷെങ്കിൽ ഫയറുണ്ടോ? സെഗിയോൻമാളിയിലെ അനുഭവം വല്ലതും ഉണ്ടോന്ന്? ഒന്നുമില്ല. പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഒരു പാസ്റ്റർ ഒരു സഭയെ ചാർജ് എടുക്കാൻ ചെന്നു. ചാർജ് എടുത്തപ്പോഴേ അവിടുത്തെ സെക്രട്ടറി ഒരിടത്ത് നടന്ന സംഭവമാണ്. ഒന്നും വിചാരിക്കല്ലേ, എവിടെ എന്തോന്നും ഞാൻ പറയത്തില്ല. പ്രബോധിപ്പിക്കാൻ പാസ്റ്റർ ചാർജ് എടുത്ത ആൾ ചെന്നപ്പോഴേ അങ്ങ് എഴുന്നേറ്റ്. ആ പാസ്റ്റർ കൺഫ്യൂഷനായിട്ട് എന്നെ വിളിച്ചു. കാര്യം ഞാൻ സ്നാനപ്പെടുത്തിയ ആളാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, എന്തോ ചെയ്യണം പാസ്റ്ററെ, പഴയ ഒരു സഭയാണ്. സെക്രട്ടറി എഴുന്നേറ്റ് പറഞ്ഞു, അന്യഭാഷക്കാരനില്ലെങ്കിൽ വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ. പാസ്റ്ററെ, ഇവിടെ കൂടുതൽ അന്യഭാഷ വേണ്ട. പുള്ളി ഭയങ്കര ആരാധനക്കാരനുമാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, അതെങ്ങനെ കൈകാര്യം ചെയ്യണം അത് ഞാൻ പറഞ്ഞു കൊടുത്തു. സ്തോത്രം. അന്യഭാഷ വേണ്ട, ആരാധന വേണ്ട, കയ്യടി വേണ്ട, സ്തോത്രം വേണ്ട, ഹല്ലേലൂയ വേണ്ട. ഇത് സാത്താൻ്റെ നമ്പർ 1 പരിപാടിയാ. സ്തോത്രം. ദൈവമക്കൾ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചോണം. അതിനുള്ള സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട്. ഒരിക്കലും അതില്ലാതെ വരത്തില്ല. ആത്മാവിൽ ആരാധിച്ചില്ലേ ഉള്ളു കുഴപ്പം. ദൈവമക്കളെ, പലയിടത്തും ആരാധന വേണ്ട. ഹല്ലേലൂയ. സെലക്ട് ചെയ്തവർ ഈ ദിവസങ്ങൾ ആരാധിക്കണം കേട്ടോ. 120 പേരെ കർത്താവ്, 12 പേരെ മാത്രമല്ല, 120 പേര് കൂടിയിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു.
ഇന്ന് രാത്രി എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചാവാറായ അവിടെ എഴുതിയിരിക്കുന്നു, ജീവനുള്ളെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഉണർന്നിട്ട് വേണം ശക്തീകരിക്കാൻ. ഉണരാതെ ശക്തീകരിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെ കണ്ട് ഉണരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ പോരായ്മകളെ കാണാൻ എനിക്ക് കൃപ ചെയ്യണമേ. അതൊരു ഉണർവാ. സ്വത്ര അല്ലാതെ കൈയടിച്ച് പാടുന്നതല്ല ഉണർവ്. ജീവിതത്തിൻ്റെ പോരായ്മ കണ്ടുപിടിച്ച് ദൈവസന്നി താഴെ വീട് കടന്ന് അത് ഉണർവിൻ്റെ ആരംഭമാണ്. അപ്പൊ ചാവാറായ ഒരു ശേഷിപ്പ് 7 സഭയ്ക്ക് ദൂതന് എഴുതുമ്പോൾ അവിടെ എല്ലാം പറയുന്ന കാര്യമുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് പറ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഏത് ചെവിയാ? ഈ ചെവിയുടെ കാര്യമല്ല, ഹൃദയത്തിനകത്തൊരു ചെവിയുണ്ട്, ആത്മാവിൻ്റെ ചെവി. ഏലിയാവ് പറഞ്ഞു, ഞാൻ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ഇത് ആരോട് പറഞ്ഞാൽ വിശ്വസിക്കൂ? ഇംഗ്ലീഷിൽ എഴുതിക്കുന്ന ഓൾവേസ്, ഞാൻ എപ്പോഴും മഴയുടെ മുഴക്കം കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ കൂടെ നടക്കുന്നവർക്ക് അത് കേൾക്കാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് ആത്മാവിൽ കേൾക്കുന്ന മുഴക്കമാണ്. ഹൃദയത്തിൻ്റെ ചെവി കൊണ്ട് കേൾക്കണം. ഇന്ന് രാത്രിയിൽ ചില മുഴക്കം നമ്മുടെ ഉള്ളിൽ കേൾക്കണം. ദൈവശബ്ദം ഉള്ളിൽ കേൾക്കണം. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയോളം കേൾക്കട്ടെ. ഇന്ന് രാത്രി ചെവിയോളം കേൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെവിയില്ലാത്തവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇല്ല, ആരെന്തെല്ലാം പറഞ്ഞാലും കേൾക്കത്തില്ല. അവർക്കത് വിഷയമേ അല്ല. എന്നാൽ ചെവിയുള്ളവൻ കേൾക്കണം. എന്തോ കേൾക്കണം? ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കണം. അവന് വെള്ളയുടുപ്പ് ധരിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ 7000 അവിടെ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ വന്നൊരു ശേഷിപ്പ് മരിക്കാൻ പരുവത്തി കിടക്കുക. ചാവാറായ ശേഷിപ്പിനെ തിരക്കുക. ഇന്ന് രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് ഒരു ഉണർവിൻ്റെ കാറ്റ് ഈ പട്ടണത്തിലേക്ക് അയക്കാൻ, ഈ രാജ്യത്തേക്ക് അയക്കാൻ എത്ര പേര് പ്രാർത്ഥിക്കും? നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് വിഗ്രഹാരാധനയുടെ മണ്ഡലം. അത് വിശദീകരിക്കണിച്ച സമയമെടുക്കും. പൗരോഹിത്യ ശക്തികളെക്കാട്ടിലും നമ്മുടെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നൊരു ശക്തിയാണ് വിഗ്രഹാരാധനയുടെ ശക്തി. സ്തോത്രം. പൗരോഹിത്യ ശക്തിക്ക് ബൈബിൾ അറിയാം, അതങ്ങനൊന്നും കീഴ്പ്പെടത്തില്ല. സ്തോത്രം. നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും. ഹല്ലേലൂയ. ഭൂതത്തെ ഇറക്കുമ്പോൾ അറിയാതെ പുരോഹിതന്മാരുടെ ആത്മാവ് പരിമളത്തിരുമേനിയൊക്കെ കൂടിയ നമ്മളെ ഇങ്ങോട്ട് ബൈബിൾ ക്ലാസ് എടുക്കും. പ്രൈസ് ദി ലോർഡ്. അതങ്ങനെ സറണ്ടർ ചെയ്യത്തില്ല. എന്നാൽ മറ്റേ ശക്തി പറയും, ഞാൻ വിട്ടുപോയിക്കോളാമേ, എൻ്റെ ദേഹം പൊള്ളുന്നേ, എനിക്ക് ഇരിക്കാൻ വയ്യേ. ഇന്ന് രാത്രി ഇന്ത്യയിലുള്ള അന്ധകാര വിഗ്രഹ ശക്തികളെ പരാജയപ്പെടുത്തുവാൻ ഏലിയാവിനെ പോലെ എഴുന്നേൽക്കുന്നെങ്കിൽ മുട്ടുകുത്തോ, യേശുവിൻ്റെ കരങ്ങളെ അടിച്ചോ. ഓ, ഇന്ന് രാത്രി മുട്ടുകുത്താൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം.